ബംഗാളിൽ വോട്ടർ പട്ടിക കാലിയായി. ഇതുവരെ വെട്ടിമാറ്റിയിരിക്കുന്നത് 10 ലക്ഷത്തിലധികം പേരുകളാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇതിൽ മരിച്ചവരുടെ മാത്രം എണ്ണം 6.5 ലക്ഷം ആളുകളാണ് എന്നതാണ്. ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ നടത്തിയ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശ്രമങ്ങൾ SIR പൊളിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന വിലയിരുത്തലാണ്, അല്ലെങ്കിൽ ആ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ ഇന്നും വോട്ടർ പട്ടികയ്ക്ക് പുറത്താണ് നിൽക്കുന്നതെന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബംഗാളിലെ SIR നടപടിക്രമങ്ങൾ ഗുൽഷൻ കോളനിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. കൊൽക്കത്തയുടെ ഗുൽഷൻ കോളനിയിലെ താമസക്കാരിൽ 90% വോട്ടർമാർ ഇല്ല എന്നതാണ് ഇപ്പോൾ വസ്തുതാപരമായ മറ്റൊരു തെളിയിക്കപ്പെടുന്ന കാര്യം. ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തിയപ്പോൾ ആകട്ടെ വീടുകൾ പലതും അവിടെ താമസക്കാരില്ലാതെ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വാസ്തവം. SIR പൂർത്തിയാകുമ്പോഴേക്കും പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുന്നതാകട്ടെ 10 ലക്ഷത്തിലധികം പേരുകളാണ് എന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു. ഇതിൽ 6.5 ലക്ഷം പേരുകൾ മരിച്ച വ്യക്തികളുടേതാണ് എന്നതാണ് സൂചന. ഇത് മമതാ ബാനർജി സർക്കാരിന്റെ കാലത്ത് നിലനിന്നിരുന്ന വോട്ടർ പട്ടികയുടെ സമഗ്രതയെക്കുറിച്ചുള്ള ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ്. മാത്രമല്ല, പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 99.75% ഫോമുകളും ഇതിനോടകം തന്നെ വിതരണം ചെയ്തതോടെ പ്രാഥമിക സംഖ്യകൾ പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ പരിശോധന ഇപ്പോഴും നടന്നു വരികയാണ്. മരിച്ച വോട്ടർമാർ, നുഴഞ്ഞുകയറ്റക്കാർ, സ്ഥിരമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറിയ വോട്ടർമാർ, ഇവരെല്ലാം കണ്ടെത്തിയവർ അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്തവർ എന്നിങ്ങനെയുള്ളവരുടെ പേരുകൾ ഏതാണ്ട് 4 ലക്ഷത്തോളമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അതേസമയം SIRനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിരവധി കത്തുകൾ അയക്കുകയും ചെയ്തു. അതായത് ഈ നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ മമതാ ബാനർജി കത്തെഴുതിയതെന്നതാണ് സൂചനകൾ പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതിനോടായി തന്നെ പ്രതികരിക്കാതെ വന്നതോടെ മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, തങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ വലിയ രീതിയിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കുമെന്ന ഭീഷണിയായിരുന്നു മമതാ ബാനർജി നടത്തിയത്. അതേസമയം അതോടൊപ്പം തന്നെ 2-3 ലക്ഷം താമസക്കാർ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയ ആ ഒരു കോളനിയിൽ അത്തരത്തിൽ ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഏതാനും ആയിരങ്ങൾ മാത്രമാണ് അവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. SIR നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാതെ തന്നെ താമസക്കാർ ബംഗ്ലാദേശികളാണ് എന്നതാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശികളാകാനുള്ള സാധ്യതയും ഇതിലൂടെ തന്നെ തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. താമസക്കാരിൽ ഭൂരിഭാഗം ആളുകളും തിരിച്ചറിയൽ രേഖകൾ പോലും ഇല്ലാതെ അവിടെയാണ് താമസിക്കുന്നത്. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ TMC കൃത്രിമത്വം കാണിക്കുന്നു എന്നതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന യാഥാർത്ഥ്യമായിരുന്നു പുറത്തു വന്നത്. മാത്രമല്ല, യഥാർത്ഥ പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ കൈമാറുകയും ചെയ്യുന്നുവെന്ന് BJP വക്താവ് അമിത് മാളവ്യ അദ്ദേഹം പറഞ്ഞതിനോട് തന്നെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യമെങ്ങും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലൂടെ തന്നെ നടപടികൾ പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ ഈ ഒരു കോളനി ഇവിടെ ഇത്തരത്തിൽ താമസക്കാരില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ബംഗ്ലാദേശി ക്രിമിനൽ കോട്ടയാണ് ഗുൽഗേഷ് കോളനി എന്നറിയപ്പെടുന്നത്. ഇവിടവുമായി ബന്ധപ്പെട്ട് നിരവധി കുറ്റകൃത്യങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. മാത്രമല്ല, വർഷങ്ങളായിട്ടുള്ള ഇടത് തൃണമൂൽ ഭരണത്തിലാകട്ടെ ഗുൽഷൻ കോളനി ക്രിമിനൽ പ്രവർത്തകരുടെ ഒരു കേന്ദ്രമായി തന്നെ, അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് സുരക്ഷിതമായ ഒരു താവളമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ കുറ്റവാളികളിൽ പലരും സംസ്ഥാനത്തിന് പുറത്തുനിന്നും മാത്രമല്ല രാജ്യത്തിന് പുറത്തുനിന്നും വരുന്നവരാണ് എന്നതാണ് സൂചന. ഇവിടുത്തെ സങ്കീർണമായ പാതകളും ഇടവഴികളും വളരെ അടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന കെട്ടിടങ്ങളും അപ്രതീക്ഷിത റെയ്ഡുകളിൽ പോലും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അവർക്ക് ഒളിത്താമസം നടത്താനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സഹായകരമായി ചെയ്തു നൽകാൻ സാധിക്കുന്ന ഒരു കോളനി പരിസരമാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.